മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എൻ്റെ പാദസേവ ചെയ്യാനായിട്ട് ഇവിടേക്ക് വന്നവളുടെ പേരിലാണ് ഇപ്പോൾ എല്ലാ സ്വത്തുക്കളും ആകാൻ പോകുന്നത്. ഈ കല്യാണം കൊണ്ട് അവൾക്കാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും അമ്മേ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ അതൊന്നും അനുഭവിക്കാനായിട്ട് ആരുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. മോൾ എന്തായാലും സൂക്ഷിക്കണം, മോളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അവൾ എന്തും ചെയ്യുമെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. ഇതേ സമയം കണ്ണനും മഹിയും വരികയാണ്. രണ്ടുപേരും കൂടി അടുത്ത പദ്ധതി ആസൂത്രണം ചെയ്യുകയാണോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, നീ ഇവളുടെ പേരിലേക്ക് എല്ലാം മാറ്റാൻ തീരുമാനിച്ച് കഴിഞ്ഞില്ലേ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ, ഈ തറവാട് ഉൾപ്പെടെ എല്ലാം ഇനി മഹിയുടെ പേരിലാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഇയാളെ തന്നെ കുത്തി പറയരുത് എന്ന് കണ്ണനും നല്ല മറുപടി തന്നെ കരുണയ്ക്കും ദുർഗയ്ക്കും നൽകുന്നുണ്ട്. തുടർന്ന് നിങ്ങളെ ഇവൾ ചതിക്കും, സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിങ്ങൾ അറിയുമെന്ന് കരുണ പറയുമ്പോൾ, അതിന് കരുണയല്ല മഹാലക്ഷ്മി, എനിക്ക് എന്നേക്കാളും വിശ്വാസമാണ് എൻ്റെ ഭാര്യയെ. അതുകൊണ്ട് ഇയാളെക്കുറിച്ച് തെറ്റായിട്ട് ആരെന്ത് പറഞ്ഞാലും ഞാനത് കേട്ടുകൊണ്ട് നിൽക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ കണ്ണനും മഹിയും അവിടെ നിന്നും പോയതിന് ശേഷം ഇവൻ ഇങ്ങനെ ഒരു പെൺകൊന്തനായി പോയല്ലോ മോളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ദുർഗ കരുണയോട്. പിന്നീട് കാണിക്കുന്നത് സാഗർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് കിടക്കുകയായിരിക്കും മഞ്ജു. മേഘനാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും. സാഗറിൻ്റെ കോള് കാണുന്നതും ബാൽക്കണിയിലേക്ക് ചെന്ന് ആ കോള് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മഞ്ജു. ഞാൻ ഈ സമയത്ത് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് മഞ്ജു സാഗറിനോട് ചോദിക്കുമ്പോൾ, ഇന്ന് ഞാൻ തന്ന ആ സെറ്റ് മുണ്ടും എടുത്തുകൊണ്ടുള്ള മഞ്ജുവിൻ്റെ ആ രൂപം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. അപ്പോൾ മഞ്ജുവിനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ആ മേഘൻ നല്ല ഉറക്കത്തിലായിരിക്കുമല്ലേ എന്ന് സാഗർ ചോദിക്കുമ്പോൾ, അയാൾ ഇനി എല്ലാം അറിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല സാഗറെ, അത്രയ്ക്കും വലിയ ചതിയല്ലേ അയാൾ എന്നോട് ചെയ്തത്. സാഗർ എന്നെ ഒന്നും അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും അയാൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ, അതാ ഞാൻ പറഞ്ഞത് മഞ്ജു, അയാളെ ഉപേക്ഷിച്ച് മഞ്ജു എൻ്റെ കൂടെ വരണം. ഇനിയും ഒരുപാട് ജീവിതം മഞ്ജുവിൻ്റെ മുന്നിലുണ്ട്. എങ്കിൽ മാത്രമേ മേഘന് മഞ്ജുവിനോട് ചെയ്ത തെറ്റ് എന്താണെന്ന് അയാൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാകൂ. അങ്ങനെ വേണം മഞ്ജു അയാൾക്ക് തിരിച്ചടി കൊടുക്കാനെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെ മേഘൻ ഉണരുന്നുണ്ട്. അപ്പോൾ മഞ്ജുവിനെ മുറിയിൽ കാണുന്നില്ല കേട്ടോ. ഇവളിത് എവിടെ പോയി എന്ന് ആലോചിച്ചുകൊണ്ട് മേഘൻ മുറിക്ക് പുറത്തിറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ ബാൽക്കണിയിൽ നിന്നും സംസാരിക്കുന്ന മഞ്ജുവിനെ കാണുകയാണ് മേഘൻ. ഇവൾ ഈ സമയത്ത് ആരോടാവണാവോ സംസാരിക്കുന്നത് എന്ന് മേഘൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. മേഘൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന മഞ്ജു ആണെങ്കിൽ വേഗം തന്നെ പരിഭ്രമിച്ച് സാഗറിൻ്റെ ആ കോള് കട്ട് ചെയ്യാണ്. തുടർന്ന് നീ ആരോടെ ഈ സമയത്ത് സംസാരിച്ചിരുന്നത് എന്ന് മേഘൻ ചോദിക്കുമ്പോൾ, അത് ഞാൻ എൻ്റെ ഫ്രണ്ടില്ലേ സരോജിനിയോടാണെന്ന് മഞ്ജു പറയുമ്പോൾ, ഈ 1 മണിക്കാണോ മഞ്ജു ഫ്രണ്ടൊക്കെ വിളിക്കുന്നത് എന്ന് മേഘൻ ചോദിക്കുമ്പോൾ, അതൊന്നും ഒരത്യാവശ്യ കാര്യം പറയാനാണ് എന്നെ വിളിച്ചത്, കൂടുതലൊന്നും നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ദേഷ്യത്തോടെ മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതേ സമയം മേഘന് എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ സരോജിനി തന്നെയായിരിക്കും ഇവളുടെ മനസ്സിനെ ഇങ്ങനെ ഇളക്കി വിടുന്നത്. ഇവളെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് ഒരുപക്ഷെ ഇവളുടെ ഈ ഫ്രണ്ടിനെ വിലക്കെടുത്തതാവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മാറ്റം മഞ്ജുവിന് ഉണ്ടാകാൻ സാധ്യതയില്ല. കല്യാണത്തിന് മുൻപ് ഞാനുമായിട്ട് സംസാരിക്കാൻ മണിക്കൂറുകളോളം ചെലവഴിച്ചിരുന്ന ഇവൾക്കിപ്പോൾ എന്നെ മുഖത്ത് നോക്കാൻ പോലും താല്പര്യമില്ല. എല്ലാത്തിനും കാരണം കണ്ണനും മഹാലക്ഷ്മിയുമാണ് എന്ന് പകയോടുകൂടി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. പിന്നീട് കാണിക്കുന്നത് മേഘൻ തൻ്റെ ഫ്രണ്ടായ ടോമിയോട് മഞ്ജുവിൻ്റെ ഈ മാറ്റത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. വിവാഹത്തിന് മുൻപ് എൻ്റെയും അച്ഛൻ്റെയും ഉണ്ണിയുടെയും അപ്പച്ചിയുടെയൊക്കെ കൂടെ കണ്ണനെയും മഹാലക്ഷ്മിയും ശത്രുസ്ഥാനത്ത് നിർത്തിയിരുന്നവളാണ് മഞ്ജു. വിവാഹം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഈ മാറ്റം ഉണ്ടായത്. പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള എൻ്റെ ആ ഫോട്ടോ കണ്ടതോടുകൂടി മാനസികമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടും അവളതൊന്നും പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ മുൻപില്ലാത്ത വിധം ഒരു ഫോൺ വിളിയും തുടങ്ങിയിട്ടുണ്ട് എന്നെല്ലാം മേഘൻ ടോമിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ടോമി പറയുന്നുണ്ട്, എങ്കിൽ സൂക്ഷിച്ചോ മേഘണ്ണ, മേഘണ്ണൻ്റെ ഭാര്യയുടെ ആ ഫ്രണ്ട് തന്നെയായിരിക്കും അണ്ണൻ്റെ ഭാര്യയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. അണ്ണൻ ഒരു കാര്യം ചെയ്യുക, അണ്ണൻ്റെ ഭാര്യയുടെ ആ ഫ്രണ്ടിനെ വിളിച്ച് ഇനി മഞ്ജുവിനെ വിളിക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും. അണ്ണൻ്റെ ഭാര്യ എങ്ങാനും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു നയാ പൈസ പോലും പിന്നെ സ്വത്തുക്കൾ കിട്ടില്ല എന്നെല്ലാം ടോമി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മേഘനോട്.
അങ്ങനെ ടോമി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാനായിട്ട് മേഘൻ തീരുമാനിച്ചുറപ്പിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തുന്ന മേഘൻ മഞ്ജു അറിയാതെ ഫോണെടുത്ത് സരോജിനിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് സാഗറാണല്ലോ. അപ്പോൾ മഞ്ജു ആണ് വിളിക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് സാഗർ കോൾ അറ്റൻഡ് ചെയ്തിട്ട്, ഹലോ മഞ്ജു, എന്താ ഈ സമയത്ത് വിളിച്ചത്? ഞാൻ മഞ്ജുവിൻ്റെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ എന്താ പെട്ടെന്ന് കോളി കട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ആരാടാ നീ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അപ്പോൾ ഒരാണിൻ്റെ ശബ്ദം കേട്ടോ ഞെട്ടി വിറയ്ക്കുന്നുണ്ട് മേഘൻ. സാഗറാണെന്നുള്ള കാര്യങ്ങളൊന്നും മേഘന് അറിയുന്നില്ല. അപ്പോൾ സാഗറാണെങ്കിൽ പേടിച്ചിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഞ്ജു സരോജിനിയല്ല ഏതോ ഒരാണിനോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന മേഘൻ മഞ്ജു എന്ന് ഉറക്കെ വിളിക്കുകയാണ്. അപ്പോൾ മഞ്ജു അവിടെ എത്തുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് വരുമ്പോൾ, ആരാടി ഈ സരോജിനി എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഫ്രണ്ടിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, നീ ഒരു സരോജിനിയല്ല വിളിക്കുന്നത്, ഞാനിപ്പോൾ ആ സരോജിനിയെ വിളിച്ചു നോക്കി, നീ ഏതോ ആണുമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മേഘൻ തുറന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഫോൺ പരിശോധിക്കാനായിട്ട് നിങ്ങൾക്ക് ആരാ അനുവാദം തന്നത് എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ, നീ എന്നെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു അല്ലേ? സരോജിനി എന്ന് പറഞ്ഞ് പേര് സേവ് ചെയ്തിട്ട് വേറെ ഏതോ ഒരാണിനോടല്ലേ നീ സംസാരിക്കുന്നത് എന്നെല്ലാം മേഘൻ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ആരാടി ഏവൻ എന്ന് മേഘൻ ചോദിക്കുമ്പോൾ, എന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരവകാശവും നിങ്ങൾക്കില്ല, കാരണം അത്രയ്ക്കും വലിയ ചതിയാണ് നിങ്ങൾ എന്നോട് ചെയ്തതെന്ന് പറയുമ്പോൾ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇതുപോലെ രാത്രിയും പകലും ആരെയും ഒരു പെണ്ണുങ്ങളെയും വിളിക്കുന്നില്ല എന്നെല്ലാം മേഘൻ പറയുമ്പോൾ, നിങ്ങൾ ഫോണിൽ വിളിക്കുന്നില്ലായിരിക്കും, പക്ഷേ അന്ന് നിങ്ങളോടൊപ്പം നിന്ന് ആ പെണ്ണുമായിട്ട് പെണ്ണ് നിങ്ങളുടെ ഭാര്യയാണെന്നും അതിൽ നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഈ സമയത്താണ് കേട്ടോ മഞ്ജു വെട്ടി തുറഞ്ഞത് മേഘൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന മേഘനാണെങ്കിൽ ശരിക്കും ഷോക്കാവുന്നുണ്ട്. തുടർന്ന്, എടി മഞ്ജു, ഇതൊക്കെ നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ചെയ്തിരിക്കുന്നതാ എന്നെല്ലാം മേഘൻ പറയുമ്പോൾ, ഒരു തെറ്റിദ്ധാരണയില്ല, നിങ്ങളെക്കുറിച്ച് ശരിയായ ധാരണകൾ മാത്രമേ എനിക്കുള്ളൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ തെളിവും കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മേഘനെ നാട്ടുകാരെല്ലാവരും കൂടി പിടികൂടി ആ വീഡിയോ മഞ്ജു മേഘനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മേഘൻ ശരിക്കും മഞ്ജുവിൻ്റെ മുന്നിൽ എല്ലാ തെളിവുകളോടും കൂടി പെട്ടു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഞ്ജുവിനെ പിടിക്കാൻ നോക്കി മേഘൻ തന്നെയാണ് ശരിക്കും കുരുക്കിലാവുന്നത്. അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന മേഘനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്